എപ്പോഴാണ് ഒരാൾക്ക് ഞാൻ ദൈവമാണെന്ന് തോന്നി തുടങ്ങുന്നത്? പക്ഷെ പലരും സ്ട്രഗിൾ എന്താണ് ഈ സ്പിരിച്വൽ ജേണി എന്ന് പോലും ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ബിസിനസ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ കാണുമ്പം ഇവൻ ഏതാണ്ട് ആളുകളെ പറ്റിച്ച് പൈസ മേടിച്ച് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അറിവുകൾ തേടി ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വന്നു ചേർന്നിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ ഭാരതത്തിലാണ്. അതായത് നമ്മളെ സംബന്ധിച്ചുള്ള ഈ സ്പിരിച്വൽ ജേർണിയിൽ ആൾക്കാർ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ്? ഇപ്പം സ്പിരിച്വൽ ജേണിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സ്പിരിച്വൽ ജേണിയിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലരും സ്ട്രഗിൾ എന്താണ് ഈ സ്പിരിച്വൽ ജേണി എന്ന് പോലും ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. സത്യത്തിൽ ഒരു സ്പിരിച്വൽ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ അല്ലെങ്കിൽ വ്യതിരിക്തമായ ഒരു കാര്യമല്ല. സത്യത്തിൽ അത് നമ്മളിൽ സംഭവിക്കേണ്ട ചില ഗുണവിശേഷങ്ങളാണ് അല്ലെങ്കിൽ ചില ക്വാളിറ്റീസാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്പിരിച്വൽ പാത്ത് തുടങ്ങുക അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് നമ്മൾ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? ഒന്നെങ്കിൽ നമുക്ക് പുറത്തുള്ള ഒരു ദൈവത്തെ അന്വേഷിച്ച് ആ ദൈവത്തിലേക്ക് എത്താനുള്ള വഴി തേടി അലഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമ്മൾ അമ്പലങ്ങളിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും പള്ളികളിലൂടെയും ആരാധനാലയങ്ങളിലൂടെയും ഒക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ പല നേർച്ചകളും കാഴ്ചകളും പൂജകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഈ ഈശ്വരിലേക്ക് എത്താനുള്ള പല മാർഗ്ഗങ്ങൾ ഇപ്പം പിന്നെ നോയമ്പെടുക്കുക അല്ലെ അങ്ങനെയൊക്കെയുള്ള പല നമ്മുടെ ശരീരത്തിനെ ദ്രോഹിക്കുന്ന പല കാര്യങ്ങൾ ചെയ്യും. അപ്പം പല ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ വളരെ ശാന്തനാണ്, സൗമ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ പറഞ്ഞ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും സപ്രസ് ചെയ്ത് നമ്മളിങ്ങനെ വളരെ പിന്നെ കാഷായമൊക്കെ ധരിച്ച് വൈരാഗികളായിട്ടങ്ങ് ഇരിക്കും. ഈ വൈരാഗികളായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല സ്പിരിച്വാലിറ്റി. ഇപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് ഒരു പ്രത്യേക ഡ്രസ്സ് വേണം, പ്രത്യേക പിന്നെ ഐഡൻറ്റിറ്റി വേണം, എന്നാലേ സ്പിരിച്വാലിറ്റി ആകുന്നുള്ളതാണ് വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുറമേ ഉള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. പുറം പരിധിയിൽ നമുക്ക് എന്തും ചെയ്യാം. പുറം പരിധിയിൽ നമുക്ക് ഏത് ഡ്രസ്സും ഇടാം, നമുക്ക് എന്ത് വേണമെങ്കിലും ആളുകളെ തിരിച്ചറിയുകയും ചെയ്യാം. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊടൈക്കനാൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ബസ്സിൽ കയറുന്നു, ബസ് ആ ഡയറക്ഷന് പോകുന്നു, അതിന് വേണ്ടിയുള്ള ഉടുപ്പിടുന്നു. പക്ഷെ ഉള്ളില് പഴയ ആള് തന്നെയാണ് ഈ പറഞ്ഞിട്ട് പഴയ ആളിനെക്കാട്ടി മോശമായ ആളാണ്. കാരണം നമ്മൾ കുറച്ചും കൂടി സപ്രസ് ചെയ്യാം. കാരണം നമുക്കിപ്പം പോകുന്ന വഴിക്ക് ഒരു ആപ്പിൾ കഴിക്കണമെന്ന് മോഹം ഉണ്ടായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ സ്പിരിച്വലായിട്ടുള്ള ആളാണല്ലോ, ഞാൻ അവിടെ വെച്ച് ആപ്പിൾ കഴിച്ചാൽ മറ്റുള്ളവർ എന്ത് കരുതും? അപ്പോൾ ആപ്പിൾ കഴിക്കാൻ പറ്റുന്നില്ല, അവിടെ വീണ്ടും സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അയാൾ പെട്ടെന്ന് ഇതങ്ങ് വേണ്ടാന്ന് വെക്കുന്നു. അത് പക്ഷേ നോൺ വെജിനെ നമുക്ക് വേണ്ടാന്ന് വെക്കാം. എങ്ങനെയാണ്? നമ്മൾ ഗ്രാജുവലി അത് കഴിച്ച് അത് വേണ്ട, അത് മതി, ഇതെനിക്ക് മതി, എൻ്റെ ശരീരത്തിന് ഇത് മതി, ഓക്കെ, എനിക്ക് കുറച്ചുകൂടി നല്ല ഭക്ഷണം, എനിക്ക് വെജിറ്റേറിയൻ ഫുഡാണ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാനാണ് ഇഷ്ടം, ഓക്കെ, അത് മതി. അങ്ങനെ ആയിത്തീർന്നാൽ കുഴപ്പമില്ല. ഇത് അങ്ങനെ ആവാതെ നമ്മൾ ഒരു ഒറ്റ സുപ്രഭാതത്തിൽ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഇന്ന് തൊട്ട് സ്പിരിച്വാലിറ്റി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അതൊരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള വഴിയായി മാറുവാണ്. അത് ഫോഴ്സ്ഡ് ആയിട്ടുള്ള വഴിയാകുകയും അതോടൊപ്പം അത് നമ്മളെ ദ്രോഹിക്കുകയും ചെയ്യാണ്. വ്യക്തി എന്ന നിലയിൽ അത് നമുക്ക് ദ്രോഹമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് കിടക്കുമ്പം യഥാർത്ഥത്തിൽ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ആത്മബോധത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞാൻ ആരാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുണ്ടലിനി മെഡിറ്റേഷൻ പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ നിന്നാണ്. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിലാണ് അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ ആരാണെന്നുള്ള നമുക്കറിയാം എല്ലാ ഫിലോസഫികളും ഫോക്കസ് ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് ഇത് തന്നെയാണ്. പക്ഷേ ആളുകൾ ഞാൻ ആരാണെന്ന് അന്വേഷിക്കുന്നത് എവിടെയാണ്? പുറത്താവുക അന്വേഷിക്കുന്നത്. അപ്പോൾ ആളുകൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ തേടി നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പുറം പരിധിയിലുള്ള പിന്നെ ആരാധനാലയങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരിലും അങ്ങനെയുള്ള ആളുകളിലേക്ക് പോയിട്ട് അവിടെ എന്നെ ഒന്ന് സ്പിരിച്വാലിറ്റി ഒരു സ്പിരിച്വൽ പേഴ്സൺ ആക്കൂ എന്ന് പറഞ്ഞ് അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് അവനവൻ്റെ ആത്മബോധത്തിലേക്ക് എത്താതെ ഒരിക്കലും ആ ഒരു സ്പിരിച്വൽ ലൈനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നമുക്ക് എത്ര പെട്ടെന്ന് മണിയും സ്പിരിച്വാലിറ്റിയും അല്ലെ ബിസിനസ് സ്പിരിച്വാലിറ്റി ആയിട്ടുള്ള കോൺവെർസേഷൻ നമുക്ക് എത്താറുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ പോകുന്ന ഈ ടീച്ചേഴ്സ് നമ്മളിപ്പോ കണ്ടിടത്തോളം ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട്. അപ്പൊ ഈ ആൾ ദൈവങ്ങള് ബേസിക്കലി ഒരു പോയിന്റിലെ സ്പിരിച്വാലിറ്റി ഇപ്പം ജാഷ്മ പറഞ്ഞല്ലോ, അതായത് ഈ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരെ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ആ ഗുരു ഇതിനേക്കാളും സപ്രസ് ചെയ്ത് നിൽക്കുന്ന ആളായിരിക്കും അല്ലെ. അപ്പൊ ഏത് പോയിന്റിലാണ് ഒരാൾക്ക് തോന്നുന്നത് ഞാൻ ദൈവമാണ്? അപ്പൊ ഞാൻ ഈയിടെ ആണെങ്കിൽ ഒരു കാര്യം കേട്ടു, ഒരാൾ പറഞ്ഞു, കേരളത്തിൽ തന്നെ ഒരാൾ പറഞ്ഞു ഞാൻ ദൈവമാണ്, എനിക്ക് എല്ലാത്തിനും പിന്നിലുള്ള അറിവുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അറിവ് എല്ലാവർക്കും ഉണ്ടാവും. കാരണം ലോകത്തിന്റെ വിസ്റ്റം അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ വിസ്റ്റം എല്ലാ ആൾക്കാരിലേക്കും ഏത് രീതിയിൽ ഇറങ്ങാം. എപ്പോഴാണ് ഒരാൾക്ക് ഞാൻ ദൈവമാണെന്ന് തോന്നി തുടങ്ങുന്നത്? സത്യത്തില് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആരും സ്വന്തമായിട്ട് ദൈവം എന്ന് പറയുന്നില്ല, മറിച്ച് മറ്റുള്ളവരാണ് ഇയാൾ ദൈവമാണെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാല് എല്ലാവരും അവരവരുടെ ആത്മീയ വഴികളിലൂടെ പോകുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പഠിപ്പിക്കുന്നു. ഇനി അവർ കണ്ടെത്തിയ ആത്മീയ മാർഗം അവര് പബ്ലിക്കിന് വേണ്ടി അനൗൺസ് ചെയ്യുന്നു. ഇനി ഇതൊന്നും കൂടാതെ സത്യത്തില് ശരിയായ ആത്മീയവാദയെ അറിയുന്നവരാണ്
അയാൾ അറിയുന്ന ആത്മീയത ഒരിക്കലും നമുക്ക് പുറത്തേക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയപ്പെട്ട താവ് അല്ലെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവം നമ്മുടേത് മാത്രമാണ്. അതൊരിക്കലും ഇപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ഈ ആത്മീയമായ അനുഭവം അല്ലെങ്കിൽ ആ ഒരു ശാന്തത, ആ ഒരു ഈശ്വരീയമായ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് എന്റെ മാത്രമാണ്. അതെനിക്ക് പിന്നെ റൂളിനെ എടുത്തോന്ന് വെച്ചാൽ എനിക്കിങ്ങനെ അനുഭവം ഉണ്ട്, ഞാനിത് ഇപ്പൊ നിങ്ങളെ അത് കാണിച്ചു തരാം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് പറയുമ്പോൾ തന്നെ അത് മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന യഥാർത്ഥമായിട്ടുള്ള ഒരു ഗുരുക്കന്മാരും ഞാൻ ഒരു ആൾ ദൈവമാണെന്ന് പറയുന്നില്ല. ഞാൻ ഒറിജിനലി വരുന്ന ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ചക്രങ്ങളെ പറ്റിയൊക്കെയുള്ള ഏറ്റവും ആദ്യത്തെ കാര്യങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞ വേദങ്ങളിൽ തന്നെയാണ്. അപ്പൊ ഈ കുണ്ടലിനി ചക്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ഐഡിയ ആണോ? നിങ്ങളുടെ ക്രിസ്ത്യൻ റിലീജിയന് ഈ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കലല്ല, പക്ഷെ അതിന്റെ യൂണിറ്റിയും ക്ലാരിറ്റിയും ചിലപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നോർത്ത് മാത്രം പറഞ്ഞതാണ്. Yasha Living, synchronizing the art, tactics and spirituality.